ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൻ്റെ റൈറ്റ് മാനേജറെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഓൾറെഡി അതിനകത്ത് പറഞ്ഞായിരുന്നു യൂട്യൂബിൻ്റെ എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോ മറ്റ് പേജുകളിലുള്ളത് എന്നറിയുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന കമൻസ് പറഞ്ഞാൽ ഇല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇല്ല യൂട്യൂബിൽ എങ്ങനെയാണ് നോക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ, അതുകൊണ്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഇതും പറയണ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. അറിയാത്തവർക്ക് വേണ്ടിയാണ് യൂട്യൂബിൽ എങ്ങനെയാണ് നമ്മളുടെ വീഡിയോസ് വേറെ ഏതെങ്കിലും ചാനലിലുണ്ടോ എന്ന് നോക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്തേക്കാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട യൂട്യൂബിനകത്ത് ഈ റൈറ്റ് സൈഡിലുള്ള നമ്മുടെ പ്രൊഫൈലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് മൊബൈലിനകത്തുള്ള യൂട്യൂബ് ആപ്പിനകത്ത് നോക്കിയാൽ ഇത് കിട്ടാനുള്ള സാധ്യതയില്ല കേട്ടോ. അതിനുശേഷം ഇവിടെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഇങ്ങനെ എടുത്തു. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡാഷ്ബോർഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, അവിടെ കണ്ടന്റ് അനലിറ്റിക്സ് എല്ലാം കാണിക്കുന്നിടത്ത് കോപ്പി റൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനകത്തേക്കൊന്ന് ക്ലിക്ക് ചെയ്തോളൂ. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഇത് ഇത്രയും സാധനം എൻ്റെ കമ്പ്യൂട്ടറിൽ എൻ്റെ യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ട് ഇട്ടേക്കുന്നതാണ്. ഈ ലെഫ്റ്റിൽ ഇങ്ങനെ കാണിക്കുന്നത് ഈ വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ. അത് വേറെ ചാനലിൽ കിടപ്പുണ്ട് എന്നുള്ളത് അതിനകത്ത് കാണിക്കുന്നത്. അതായത് ഏത് ചാനലിലാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്, ബൈ ഷെഫ്ലി റെജി. അവൾ എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അവളുടെ പാട്ട് എൻ്റെ യൂട്യൂബിൽ ആദ്യം ഇട്ടിരുന്നത്, അതിനുശേഷം അവളുടെ യൂട്യൂബിലെ ഇട്ടേക്കുക. അതിനുശേഷം ഈ സെക്കൻഡ് കാണിക്കുന്ന ഈ വീഡിയോസ് ഞങ്ങൾ ഒത്തിരി പേര് ചേർന്നിട്ട് പാട്ട് പാടിയത്. അപ്പം പല ചാനലുകളിൽ അത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ വീഡിയോ ആദ്യമായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് ഞാനായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണിക്കുന്നത്. മനസ്സിലായോ? ഇതും എൻ്റെ സിസ്റ്റർ ഞാനായിട്ട് പാടിയ പാട്ടാണ്. ഇതെൻ്റെ മോള് പാടിയ പാട്ടൊക്കെ വേറെ ആരോ എടുത്തിട്ടേക്കുക. ഇതും എൻ്റെ പാട്ടാണ്. ഇതൊക്കെ ആരോ എടുത്തിട്ടേക്കുന്നുണ്ട്. ആരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആരോ എൻ്റെ വീഡിയോ എടുത്തിട്ടേക്കുന്നുണ്ട്. അതപ്പം നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കും ടോട്ടൽ വ്യൂ എനിക്ക് കിട്ടിയത് 43 ആണ്. അവർ 776 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്. 100% നമ്മുടെ വീഡിയോ തന്നെയാണ്. അതിനകത്ത് ഒട്ടും എഡിറ്റ് ചെയ്യുകയോ മാറ്റുകയോ ചെയ്തിട്ടില്ല. മെയ് 30 2024 ഇട്ടേക്കുന്ന വീഡിയോ ആണ്. അതാ കാണിക്കുന്നത്. ഞാൻ പിന്നെ ആർക്കും റിമൂവലും അങ്ങനെ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. അപ്പൊ ഇത്രയും എൻ്റെ വീഡിയോസ് മറ്റുള്ള ചാനലുകളിൽ കിടപ്പുണ്ടെന്നുള്ളത്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിമൂവൽ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവരോട് റിമൂവൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കണ്ടോ റിക്വസ്റ്റ് റിമൂവൽ അല്ലെ കോണ്ടാക്ട് ചാനൽ അങ്ങനെയൊക്കെ നമുക്ക് ആ മുകളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആരൊക്കെയാണോ ഇട്ടേക്കുന്നത് അവർക്കെല്ലാം റിമൂവൽ റിക്വസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിക്കോളൂ. ഏതെങ്കിലും നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ള ചാനലിൽ കിടപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.